ചൈനയും ഇന്ത്യയും തമ്മിൽ അടുക്കുമ്പോൾ പലരും ആശങ്ക പ്രകടിപ്പിച്ചതാണ് ഈ പാകിസ്ഥാനും ചൈനയുമായുള്ള ബന്ധം നിലനിൽക്കെ തന്നെ എങ്ങനെ ഇന്ത്യക്ക് ചൈനയുമായി കൂടുതൽ അടുക്കാൻ കഴിയുമെന്ന്. ഇപ്പോൾ ആ സംശയം ഒഴിവാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളല്ലേ ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്? വളരെ ശരിയാണ്. അത് രണ്ട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത്, ചൈന ഇങ്ങനെ ഒരു അവസരം നോക്കിയിരിക്കുകയായിരുന്നു പാകിസ്ഥാനെ ഒന്ന് ഒതുക്കാൻ. നമ്മൾ പരിപൂർണമായിട്ടും അത് വിശ്വസിക്കേണ്ട. ആ നയം ഒരു താൽക്കാലിക ലാഭത്തിന് വേണ്ടിയിട്ടാണ് ചൈന അങ്ങനൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നതെന്ന് വ്യക്തമാണ്. എങ്കിലും ഇപ്പോൾ നമുക്ക് ഭാവിയിൽ എന്താകുമെന്ന് നമുക്കറിയില്ലല്ലോ. ഭാവിയിൽ സംഭവിച്ചു കഴിഞ്ഞല്ലേ, അല്ലെങ്കിൽ സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴല്ലേ നമുക്കൊരു കാര്യത്തെക്കുറിച്ച് അറിവുണ്ടാവുക. ഇവിടെ വളരെ കൃത്യമായിട്ടും ഈ ഇന്ത്യ ചൈന സഹകരണം മെച്ചപ്പെടുമ്പോൾ ലോകരാഷ്ട്രങ്ങളിൽ പലരും, അതുപോലെ രാഷ്ട്രീയ നിരീക്ഷകർ, സാമ്പത്തിക വിദഗ്ധർ ഒക്കെ ആശങ്കപ്പെട്ടു, പ്രത്യേകിച്ച് ഇന്ത്യയിലുള്ള. കാരണം ചൈനയെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നാണ് അവരുടെ വിലയിരുത്തൽ. അത് വാസ്തവവുമാണ്. ചൈനയെ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. ചൈനയ്ക്ക് അമേരിക്കയെ പോലെ തന്നെ ചൈനയ്ക്ക് ചൈനയുടെ താല്പര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി അവർ ആരുമായിട്ടും കൂട്ടുകൂടും. എന്ത് നെറികെട്ട പ്രവൃത്തിയും അവർ ചെയ്യും. ഈ ധാർമ്മികത എന്ന് പറയുന്നതിന് അവിടെ ഒരു സ്ഥാനവുമില്ല. അത് അമേരിക്ക ആയാലും ശരി, ചൈന ആയാലും ശരി. ഇവിടെ ഇപ്പോൾ ഈ ഇന്ത്യ ചൈനയുമായിട്ട് അടുക്കുകയും സഹകരണം ഉറപ്പുവരുത്തുകയും ചെയ്യുമ്പോൾ ചൈനയ്ക്ക് താൽക്കാലികമായിട്ടെങ്കിലും ചില നിലപാടുകൾ സ്വീകരിച്ചേ പറ്റുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ CPEC, ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ എന്നൊരു സംഗതിയുണ്ട്. അവിടെ അതിൽ നിന്ന് ചൈന പിൻവാങ്ങുന്ന കാഴ്ചയാണ് ലോകം കാണുന്നത്. അമേരിക്ക പാകിസ്ഥാനുമായിട്ട് കൂടുതൽ ആഴത്തിൽ സഹകരിക്കാൻ തുടങ്ങിയതോടുകൂടി ചൈന അതിനെ ഭയപ്പെടുന്നുണ്ട്. ഈ പാകിസ്ഥാന് മേൽ ചൈനയ്ക്കുള്ള നിയന്ത്രണം, അത് ഈ എക്കണോമിക് കോറിഡോർ എന്ന് പറഞ്ഞാൽ വെറും ഒരു റോഡ്, ഒരു ദേശീയപാത മാത്രമല്ല. തുറമുഖങ്ങൾ, പവർ പ്ലാന്റുകൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വലിയ നിക്ഷേപങ്ങൾ ചൈന അവിടെ ചെയ്തിട്ടുണ്ട് പാകിസ്ഥാനിൽ. അപ്പോൾ അതിനെല്ലാം വലിയൊരു വെല്ലുവിളി വരുന്നു എന്ന് ചൈനയ്ക്ക് മനസ്സിലായി. ആ വെല്ലുവിളി അമേരിക്ക എങ്ങനെയാണ് നടപ്പാക്കുന്നതെന്നും ചൈനയ്ക്ക് അറിയാം. അതൊക്കെ കൊണ്ടാണ് ചൈന പതുക്കെ ഇനി കൂടുതൽ പണം ഇൻവെസ്റ്റ് ചെയ്യേണ്ട, പ്രത്യേകിച്ച് ഇപ്പോൾ അവിടെ ഈ കറാച്ചിയിൽ ഒരു റെയിൽവേ ലൈൻ, പുതിയൊരു റെയിൽവേ ലൈൻ വരുന്നുണ്ട്. അതിൽ പണം ഇൻവെസ്റ്റ് ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ട് ചൈന പിൻവാങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഏതാണ്ട് $60 ബില്യൺ ആവശ്യമാണ് ഇപ്പോൾ പാകിസ്ഥാന് വരാൻ പോകുന്നത് ചൈന പിന്മാറുന്നതിലൂടെ. അവർ ADBയോട് വായ്പയ്ക്ക് അപേക്ഷിച്ചിരിക്കുകയാണ്. അടിയന്തരമായിട്ട് $2 ബില്യൺ ഞങ്ങൾക്ക് വായ്പ നൽകണം എന്ന് ADBയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഈ ചൈന ഇത്തരത്തിൽ ചെയ്യാൻ നിരവധി കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഇന്ത്യയുമായിട്ട് ചൈന സഹകരിക്കുന്നു. ഇന്ത്യക്ക് പാകിസ്ഥാനോട് കൃത്യമായ അകൽച്ചയും പിന്നെ ഒരു എന്താ പറയുക, ഇന്ത്യ പാക് സൗഹൃദമല്ലല്ലോ നിലനിൽക്കുന്നത്. നിരന്തരം ഇന്ത്യയെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രമാണ് പാകിസ്ഥാൻ. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ചൈനയ്ക്ക് ചില നിലപാടുകൾ എടുത്തേ പറ്റുള്ളൂ. അതിൻ്റെ ഭാഗവും കൂടിയാണ്. അവരിങ്ങനെ ഒരവസരം നോക്കിയിരിക്കുകയായിരുന്നു. അതിനുള്ള പ്രധാന കാരണം, അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ പാകിസ്ഥാൻ്റെ ധനക്കമ്മി എന്ന് പറയുന്നത് കുറഞ്ഞു വരികയാണ്. കടം പെരുകി വരികയാണ്. അപ്പോൾ ഈ പാകിസ്ഥാനിൽ നിന്ന് ഈ നിക്ഷേപിക്കുന്ന പണം തിരിച്ചു പിടിക്കാൻ, അതായത് പ്രത്യേകിച്ച് ഈ നിക്ഷേപം നടത്തിയിരിക്കുന്ന ബലൂചിസ്ഥാൻ മേഖലയിലാണ്. അതെ, വളരെ ശരിയാണ്. ആക്രമണവും നടക്കുന്നുണ്ട്. അതെ, വളരെ ശരിയാണ്. ഈ നിക്ഷേപിച്ചിരിക്കുന്ന പണം തിരിച്ചു പിടിക്കാൻ പെട്ടെന്ന് കഴിയില്ലെന്ന് ചൈനയ്ക്ക് അറിയാം. അവിടെ ഒരു പുതിയ എതിരാളിയായിട്ട് അമേരിക്ക കൂടി കടന്നു വരുന്നു എന്നുള്ളതാണ്. ബലൂചിസ്ഥാനിൽ ഈ ഗോൾഡ്, കോപ്പർ, സ്വർണവും ചെമ്പും വലിയ തോതിൽ നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്. അത് കുഴിച്ചെടുക്കുന്നതിൽ, അത് ഖനനം ചെയ്തെടുക്കുന്നതിൽ പാകിസ്ഥാൻ കൃത്യമായിട്ടും ചൈനയുടെ സഹായമല്ല, അത് ഒരു കനേഡിയൻ കമ്പനിയോടാണ് അതിന് കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അത് അമേരിക്കയുടെ കൂടി സമ്മർദ്ദത്തിൻ്റെ ഫലമാണെന്നാണ് അണിയറയിലെ സംസാരം. എന്തായാലും ഈ പറഞ്ഞതുപോലെ ചൈനയുടെ കണ്ണ് ആ ഗോൾഡിലും കോപ്പറിലുമായിരുന്നു. അത് കിട്ടില്ല എന്ന് ചൈനയ്ക്ക് മനസ്സിലായി. അതോടുകൂടി ചൈന കൃത്യമായിട്ടും പാകിസ്ഥാനെ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി നിർത്തണം എന്ന് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ഇന്ത്യ ചൈന സഹകരണം. കാരണം
പാകിസ്ഥാനുമായിട്ടുള്ള സഹകരണം അവസാനിപ്പിച്ചാൽ ചൈനയ്ക്ക് വലിയ നഷ്ടങ്ങളുണ്ട്. ചൈന കോടിക്കണക്കിന് ഡോളർ അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. റോഡായിട്ടും പാലങ്ങളായിട്ടും പവർ പ്ലാന്റുകളായിട്ടും ഒക്കെ, റെയിൽവേ ലൈനുകളായിട്ടും ഒക്കെ. ഈ പറഞ്ഞ പോലെ ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ എന്ന് പറയുന്നത് ഒരു ചെറിയ സംഭവമല്ല. വലിയ രീതിയിൽ പാകിസ്ഥാനെ ഉപയോഗിച്ച് ചൈന ചില കാര്യങ്ങളൊക്കെ ചെയ്യാനും അതിലൂടെ ലാഭം നേടാനും ഒക്കെ ഉദ്ദേശിച്ച് തന്നെയാണ് ചൈന അത് ചെയ്തിരിക്കുന്നത്. അത് നമുക്കറിയാം. ഒരു ദേശീയപാത കടന്നു പോകുന്നത് അക്സായ് ചിൻ വഴി പാക് ഒക്യുപ്പൈഡ് കാശ്മീരിനെ സ്പർശിച്ചുകൊണ്ടാണ് കറാച്ചി തുറമുഖത്തേക്ക്, ഗദ്ദാർ തുറമുഖത്തേക്ക് ഇത് കടന്നു പോകുന്നത്. അപ്പോൾ അവിടെ ഈ പാകിസ്ഥാനുമായിട്ട് കൂടുതൽ ഇനി സഹകരിച്ച് മുന്നോട്ട് പോയാൽ അത് അപകടമാണ് എന്ന് ചൈനയ്ക്കറിയാം. ഒന്ന്, ഇന്ത്യ തെറ്റും. അപ്പോൾ ഇന്ത്യ തെറ്റിയാൽ അത് ഇന്ത്യൻ വിപണി തെറ്റുന്നതിന് തുല്യമാണ്. ഇന്ത്യൻ വിപണി നഷ്ടമാകും. അത് ചൈനയ്ക്ക് അറിയാം. അപ്പോൾ ഇന്ത്യൻ വിപണി നിലനിർത്തുകയും വേണം, ഇന്ത്യ തെറ്റാതിരിക്കുകയും വേണം, പാകിസ്ഥാനോട് ഒരു അകലം സൂക്ഷിക്കുകയും വേണം. കാരണം അപ്പുറത്ത് പാകിസ്ഥാന് വേറൊരു സഹായം ഇപ്പോൾ പുതുതായിട്ട് ഉദയം ചെയ്തിട്ടുണ്ട്. അത് ഡൊണാൾഡ് ട്രംപാണ്, അമേരിക്കയാണ്. ഇവിടെ അസിം മുനീർ, പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ സൈനിക മേധാവി, ഫീൽഡ് മാർഷൽ. ഇപ്പം പാകിസ്ഥാൻ ഭരിക്കുന്നത് ശരിക്കും അസിം മുനീറാണ്, ഷഹബാസ് ഷെറീഫൊന്നും അല്ല. ഒരു പാവയായിട്ട് ഷഹബാസ് ഷെറീഫിനെ വെച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. ഏത് നിമിഷം വേണമെങ്കിലും അദ്ദേഹം നിഷ്കാസിതനാകാം, മന്ത്രിസഭ പിരിച്ചുവിടാം. എന്നിട്ട് ഈ അസിം മുനീറിൻ്റെ നേതൃത്വത്തിൽ അവിടെ ഒരു ഭരണകൂടം നിലവിൽ വരും. ഇപ്പോൾ അവരാണ് തിരശ്ശീലയ്ക്ക് പിന്നിലിരുന്ന് ഭരിക്കുന്നത്. പക്ഷേ അസിം മുനീർ പറഞ്ഞിരിക്കുന്നത്, ഒരു സുഹൃത്തിന് വേണ്ടി മറ്റൊരു സുഹൃത്തിനെ ഞങ്ങൾ ബലി കഴിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ചൈനയെ സോപ്പിടാൻ വേണ്ടിയിട്ടാണ്. ചൈനയുമായിട്ടും സഹകരണം വേണം, അതുപോലെ തന്നെ അമേരിക്കയുമായിട്ടും സഹകരണം വേണം. കാരണം ചൈന കുറേ പ്രോജക്റ്റുകളൊക്കെ തുടങ്ങി കുറേ അവിടെ മുന്നോട്ട് പോയിട്ടുണ്ട്. അതിൽ നിന്ന് ഏകപക്ഷീയമായിട്ട് പിന്മാറാൻ ചൈനയ്ക്കും പറ്റില്ല, പാകിസ്ഥാനും പറ്റില്ല. ചൈനയെ അങ്ങനെ അങ്ങ് ഈ പോടാ പുല്ലേ എന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ പാകിസ്ഥാന് സാധിക്കില്ല. ചൈനയുമായിട്ട് ദീർഘകാലത്തെ കരാറുകളുണ്ട്, കമ്മിറ്റ്മെൻറ്റുകളുണ്ട്. അതുകൊണ്ട് തന്നെ അസിം മുനീറിന് രണ്ട് വള്ളത്തിൽ കാല് ചവിട്ടിയേ പറ്റൂ. വള്ളം വിപരീത ദിശയിലേക്ക് പോവുകയാണെങ്കിൽ അസിം മുനീറിൻ്റെയും പാകിസ്ഥാൻ്റെയും കാര്യം സ്വാഹ. അത് നമുക്ക് മനസ്സിലാക്കാൻ ഒരുപാട് ബുദ്ധിയൊന്നും വ്യയം ചെയ്യേണ്ട. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ബലൂചിസ്ഥാനിലെ ഈ കോപ്പർ ഗോൾഡ് നിക്ഷേപം, ഭൂമിക്കടിയിൽ കിടക്കുന്ന, അത് വലിയ അളവിൽ ഉണ്ട് എന്നാണ് അമേരിക്ക പറയുന്നത്. അമേരിക്ക ഈ പാകിസ്ഥാനിൽ ഇന്ധനമുണ്ട്, ഫോസിൽ ഉണ്ട് എന്ന് പറയുന്നു. ഈ നമ്മുടെ ക്രൂഡ് ഓയിൽ നിക്ഷേപം ഉണ്ടെന്നൊക്കെ അമേരിക്ക പറയുന്നുണ്ട്. അതിനൊന്നും വ്യക്തമായ തെളിവുകളോ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ടുകളോ ഒന്നുമില്ല. പകരം ട്രംപ് ഇങ്ങനെ അങ്ങ് വിളിച്ച് പോവുകയാണ്, അവിടെ എണ്ണയുണ്ട്, ആ എണ്ണ ഞങ്ങൾ കുഴിച്ചെടുക്കും, അത് പാകിസ്ഥാനും വലിയ നേട്ടമാകും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അതിനെക്കുറിച്ച് ആധികാരികമായ രേഖകളൊന്നും ആരുടെ കൈവശവും ഇല്ല. പക്ഷേ കോപ്പറും ഗോൾഡും അവിടെ ഉണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. അത് കണ്ണുവെച്ചാണ് അമേരിക്ക മുന്നോട്ട് നീങ്ങുന്നത്. ചൈനയ്ക്കും അതിൽ കണ്ണുണ്ട്. വളരെ കൃത്യമായിട്ട് നിക്ഷേപിച്ച പണം അവിടുന്ന് തിരിച്ചു പിടിക്കാൻ, പലിശ സഹിതം അതിൻ്റെ ലാഭം നേടാൻ ചൈനയ്ക്ക് അങ്ങനെ ചില കാര്യങ്ങൾ കിട്ടിയേ പറ്റുള്ളൂ. അവിടെയാണ് ഇപ്പോൾ ഒരു വെല്ലുവിളിയായിട്ട്, ഒരു എതിരാളിയായിട്ട് ട്രംപ്, അമേരിക്ക കടന്നു വന്നിരിക്കുന്നത്. ഇത് വരാൻ പോകുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയെ തള്ളാൻ പറ്റില്ല, ചൈനയെ കൊള്ളാനും പറ്റില്ല. അങ്ങനൊരവസ്ഥയിലേക്ക് അസിം മുനീറും പാകിസ്ഥാനും ചെന്നെത്തി നിൽക്കുകയാണ്. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് നാളത്തേക്കെങ്കിലും ഈ പാകിസ്ഥാനെ കൊണ്ടുള്ള തലവേദന കുറയും. കാരണം അമേരിക്കയെ സന്തോഷിപ്പിക്കണോ, ചൈനയെ പിണക്കാതെ നോക്കണോ എന്നുള്ള രീതിയിൽ ഈ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇനി ഈ രണ്ട് വള്ളത്തിലും കാലൂന്നി നിന്ന് ഒരു അഭ്യാസം, സർക്കസ് കളിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതുപോലത്തെ കുഴപ്പങ്ങളിലാണ് അവർ കൊണ്ട് തല വെച്ചു കൊടുത്തിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.